ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? നമ്മളെ ചങ്കരം വക്കീൽ വീണ്ടും വന്നിട്ടുണ്ട്. സംഘി ചങ്കരം വക്കീൽ യൂസഫ് അലി ആള് ശരിയല്ല എന്ന നാടകത്തിന് ശേഷം മമ്മൂട്ടിയും ദുൽഖർ സൽമാനും തീരെ ശരിയല്ല എന്ന പുതിയ നാടകവുമായിട്ട് സംഭവം എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് കസ്റ്റംസ് ആയാലും മീഡിയ ആയിട്ടും നമ്മൾ ദുൽഖർ സൽമാനെയും മമ്മൂട്ടിനെയും പൃഥ്വിരാജിനെയും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേ നിൽക്കുമല്ലേ. അപ്പൊ സംഘികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണല്ലോ അത്. അപ്പൊ സംഘികളെ സുഖിപ്പിക്കണല്ലോ ചങ്കരം വക്കീലിന്. അതിന് വേണ്ടിട്ട് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളെ കസ്റ്റംസ് ഓഫീസർ ആകെ തൂറി മെഴുകിയിരിക്കുമല്ലേ എന്ന് അയാളിൽ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് നമ്മളെ ചങ്കരം വക്കീൽ വന്നത്. നമുക്ക് എന്തായാലും ചങ്കരം വക്കീൽ കസ്റ്റംസ് ഓഫീസറെയും സംഘികളിൽ എങ്ങനെ സുഖിപ്പിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. വാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണർ കേൾക്കാത്ത ഒരു തെറിയും മലയാള ഭാഷയിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കൊടുങ്ങല്ലൂർ ഭരണിക്കും ചേർത്തല പൂരത്തിനും വരെ പറയാത്ത തെറികൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച്, അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച്, അദ്ദേഹം ഫേസ്ബുക്കിൽ പണ്ടിട്ട പോസ്റ്റുകളെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ സമുദായത്തെക്കുറിച്ച്, മതത്തെക്കുറിച്ച് ഇനി ഒന്നുമില്ല പറയാൻ ബാക്കി. ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് മാത്രം ആയൊന്നും പറഞ്ഞു കേട്ടില്ല. അതും പറയാമായിരുന്നു. പ്രധാനമായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത്, സിനിമാ നടൻ മോഹൻലാൽ ഡൽഹിയിൽ പോയി ഫാൽക്കെ അവാർഡ് സ്വീകരിക്കുന്ന അതേ ദിവസം ഈ കസ്റ്റംസ് കമ്മീഷണർ എന്ന് പറഞ്ഞ പരമൻ നീചൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ലാൻഡ് റോവർ കാർ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. എടുത്തുകൊണ്ട് പോയി എന്ന് വെച്ചാൽ നിയമാനുസൃതമായിട്ട് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ്. ആ വാഹനം മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഏതാണ്ട് 40ഓളം വാഹനങ്ങൾ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടെടുത്തു. ഈ ദുൽഖർ സൽമാൻ സിനിമാ നടനായതുകൊണ്ടും സിനിമാ നിർമ്മാതാവായതുകൊണ്ടും അതിന് ഒരു വിസിബിലിറ്റി കൂടുതലായിട്ട് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൃഥ്വിരാജിൻ്റെ വീട്ടിലും ഇവർ പരിശോധന നടത്തി, പക്ഷേ വാഹനം ഒന്നും കണ്ടിട്ടില്ല. ആ സെക്കൻഡ് മുതൽക്ക് ഈ നേരത്തെ പറഞ്ഞ നവോത്ഥാന പുരോഗമന മതേതര ശക്തികളെല്ലാവരും കസ്റ്റംസ് കമ്മീഷണർക്കെതിരായിട്ട് തിരിഞ്ഞു. നമ്മുടെ മൗദൂദി ചാനലിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ഒരു ദിവസമല്ല 2 3 ദിവസം അടുപ്പ് കൂട്ടി ഈ വിഷയം കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തു. അതിലൊരു ചർച്ചക്കാരൻ പറഞ്ഞത്, ഈ ടിജു തോമസ് എന്ന് പറഞ്ഞ കസ്റ്റംസ് കമ്മീഷണർ സ്ഥിരമായിട്ട് ഖദർ വസ്ത്രം ധരിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ ഖദർ ധരിക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആഹ്വാന പ്രകാരമാണ് എന്നാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഖദർ വസ്ത്രം ധരിക്കുന്നത് മഹാത്മജി ഇത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാൻ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അത് രാജ്യഭക്തിയുമായിട്ട് അല്ലെങ്കിൽ ദേശസ്നേഹമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രതീകമാണ് എന്നുള്ളതുകൊണ്ടുമാണ് എന്നാണ്. പിന്നെ ഞാനൊക്കെ ധരിക്കാത്തത് ഇതിട്ട് ഞാൻ കോൺഗ്രസ്സുകാരനെന്ന ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന കാരണത്തിലാണ്, ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ഏതായാലും ഈ കസ്റ്റംസ് കമ്മീഷണർ ധരിക്കുന്ന വസ്ത്രം വരെ ഇവിടെ ചർച്ചാ വിഷയമായി. അപ്പോൾ മുതൽക്ക് ഇയാൾ സംഖ്യയാണ് എന്ന് പ്രചരിപ്പിച്ചു. പിന്നെ എല്ലാ ചങ്കരം വക്കീലെ, അപ്പൊ കസ്റ്റംസ് ഓഫീസർ സംഖ്യയല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമായില്ല കസ്റ്റംസ് ഓഫീസർ സംഖ്യയാണെന്ന്? കസ്റ്റംസ് ഓഫീസർ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ? സംഘപരിവാറിന് അനുകൂലമായിട്ട് ഇമാതിരി വിടുപണി ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിനാ? അതൊക്കെ കണ്ടിട്ട് വേണ്ട ഇമാതിരി പൊട്ടത്തരങ്ങൾ പറയാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ തന്നെ ചങ്കരം വക്കീൽ എങ്ങനെയാന്ന് കസ്റ്റംസ് ഓഫീസർ സംഖ്യയാന്ന് സമ്മതിക്കുക? ഈ ചങ്കരം വക്കീൽ സംഖ്യയാണെന്ന് ചങ്കരം വക്കീൽ സമ്മതിച്ച ഇത്രയും കാലം നിഷ്പക്ഷനാണെന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. പക്ഷെ മലയാളികൾക്കെല്ലാം അറിയാം ഇയാൾ സംഖ്യയാണെന്ന്, പക്ഷെ ഇയാൾ സമ്മതിക്കൂല. അതുകൊണ്ട് കസ്റ്റംസ് ഓഫീസർ സംഖ്യയാണെന്ന് ഇയാൾ സമ്മതിക്കൂല. കാരണം ഇവരൊക്കെ ചാണക കുഴിയിൽ വീണ്ടവളെ, ചാണകത്തിൽ നാറയെന്ന്. പക്ഷെ ഈ ചാണകത്തിന്റെ നാറ്റം ഇവർക്ക് നല്ല സുഗന്ധമായിട്ട് തോന്നും, പക്ഷെ അടുത്തുള്ള നമ്മളെപ്പോലുള്ളവർക്കല്ലേ ഇത് വെറും നാറ്റമാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നാറ്റമൊക്കെ സുഗന്ധമായി അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കലാണ് നമ്മളെ ചങ്കരം വക്കീൽ. പക്ഷെ ചങ്കരം വക്കീലിനെയും കസ്റ്റംസ് ഓഫീസറുടെയും ചാണക നാറ്റം മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ് കസ്റ്റംസ് ഓഫീസർ തന്തക്കാരിലോ വിളിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സത്യം അറിയാം, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തന്തക്ക് വിളി കേൾക്കുന്നത് നിങ്ങൾക്കാണ്, ചങ്കരം വക്കീലെ നിങ്ങൾക്കാണ്. അതിന്റെ കാരണം നിങ്ങൾ സംഖ്യ ആയതുകൊണ്ടല്ല. നിങ്ങൾ സംഖ്യയാണെന്ന് സമ്മതിക്കാത്ത നിഷ്പക്ഷനാണെന്ന ലെവലിൽ വന്നിട്ട് സംഖ്യക്ക് വേണ്ടി ഷൂ നിൽക്കുന്ന പരിപാടി എടുക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തന്തക്ക് വിളി കേൾക്കുന്നത്. കസ്റ്റംസ് ഓഫീസർക്കൊന്നും ഒന്നും കേൾക്കുന്നില്ല. നിങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തന്തക്ക് വിളി കേൾക്കുന്ന മാന്യ മഹാജനൻ. പിന്നെ നിങ്ങൾ ഗദറിട്ടതിന്റെ കാര്യമെല്ലാം പറഞ്ഞത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഗദർ ഉണ്ടാട്ടോ. നിങ്ങൾ ഇനി എന്തിട്ടേഞ്ഞാലും നിങ്ങളെ കാവി ലങ്കോട്ടിയില്ലേ, സംഖ്യയുടെ കാവി ലങ്കോട്ടി, അതിങ്ങനെ തെളിഞ്ഞിട്ട് മലയാളികൾ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിന് അവാർഡ് കിട്ടുന്ന ദിവസം തന്നെ മമ്മൂട്ടിന്റെ വീട്ടിൽ റെയ്ഡിന് എന്തിനാ വന്നേന്ന് തലയിൽ ബുദ്ധിയും വിവരമുള്ള എല്ലാ മലയാളിക്കും മനസ്സിലായിനി. ചാണകം തലയിൽ ചാണകമുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾക്കും മനസ്സിലായിനി. പക്ഷെ നിങ്ങളത് മനസ്സിലാകാത്ത കളി കളിക്കുന്നത് സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സംഘികളെ സുഖിപ്പിക്കുമ്പോൾ നിങ്ങളെ വീഡിയോക്ക് കിട്ടുന്ന റീച്ചും ലൈക്കും കമന്റും, അതാണ് നിങ്ങളുടെ നിലപാട്. നമുക്ക് ചങ്കരം വക്കീലിന്റെ അടുത്ത രോദനത്തിലേക്ക് പോകാം. അപ്പന്റെ പേര് തോമസ് എന്നാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കിടക്കട്ടെ കൃസംഖ്യയാക്കി കളയാം എന്ന് വിചാരിച്ചു. ഒരു കസ്റ്റംസ് കമ്മീഷണർ നിയമാനുസൃതം ഒരു കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുമ്പോൾ, അതിന്റെ ഭാഗമായിട്ട് വാഹനം പരിശോധിക്കുമ്പോൾ, സംശയാസ്പദമായ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുമ്പോൾ, അയാളുടെ മതം നോക്കിയിട്ടും രാഷ്ട്രീയ നിലപാട് നോക്കിയിട്ടും, ഇനി വാഹനത്തിന്റെ ഉടമസ്ഥയുടെ മതവും അയാളുടെ പിതാവിന്റെ പൊതുസമൂഹത്തിലുള്ള സ്ഥാനവും നോക്കിയിട്ടല്ലോ, അത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ കേരള സംസ്ഥാനത്ത് പിടിച്ചെടുക്കപ്പെട്ട 39 വാഹനങ്ങളിൽ ഏതാണ്ട് 33 ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുത്തു. ഈ ബാക്കി കിടക്കുന്നതിൽ 3 നമ്മുടെ മഹാനായ സിനിമാറിൻ്റെയാണ്. എന്തുകൊണ്ട് അത് തിരിച്ചു കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന കാരണത്തിലാണ്. അല്ലാണ്ട് കസ്റ്റംസ് കമ്മീഷണർക്ക് സിനിമാക്കാരോടോ സിനിമാ നടന്മാരോടോ
അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ വിനോദ മാധ്യമത്തോട് എന്തെങ്കിലും എതിർപ്പുകളുണ്ടോ, വിരോധങ്ങളുണ്ടോ, വൈരാഗ്യങ്ങളുണ്ടല്ല. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല എന്ന് ചില ആളുകൾക്ക് വാശിയാണ്. അത് ശങ്കരൻ വക്കീൽ പറഞ്ഞത് കറക്റ്റ്. കസ്റ്റംസ് ഓഫീസർ ആയാലും കേന്ദ്ര ഗവൺമെന്റ് ഏത് ഉദ്യോഗസ്ഥരായാലും സത്യസന്ധമായി ജോലി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കാർ അതിന് വിടൂല. അത് ശങ്കരൻ വക്കീൽ പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കസ്റ്റംസ് ഓഫീസർ ഇഷ്ടമുണ്ടല്ല, ആ ഇഷ്ടം ആരോടാണെന്ന് കസ്റ്റംസ് ഓഫീസറുടെ സോഷ്യൽ മീഡിയ ഒന്ന് വെറുതെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണും. അതിൽ ആരുടെ ഫോട്ടോ ആണ്, ആര് പറഞ്ഞ കാര്യങ്ങളാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് മൂപ്പർ വാദിക്കുന്നത്, നല്ല കൃത്യമായിട്ട് മൂപ്പറുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനിയാണ് നമ്മളെ ശങ്കരൻ വക്കീലിന്റെ ശരിയായ ചൊറിച്ചിൽ വരുന്നത്. സംഭവം എന്താ വെച്ചാൽ നമ്മളെ ശങ്കരൻ വക്കീലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കസ്റ്റംസ് ഓഫീസർക്കും സംഘിയക്കും പണി കൊടുത്ത ഒരാളില്ലേ, നമ്മളെ സുനിതാ ദേവദാസ്. ആ സുനിതാ ദേവദാസിനോടുള്ള ചൊറിച്ചിലുണ്ടല്ല, സംഘികളെ ചൊറിച്ചിൽ നമ്മളെ ശങ്കരൻ വക്കീലിന് നല്ലോണം ഉണ്ട്. ആ ചൊറിച്ചിൽ നമ്മളെ ശങ്കരൻ വക്കീൽ ഈ വീട്ടിൽ തീർക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും എന്റെ മുതുകളവ, നിനക്ക് ഇത്രമാത്രം ചൊറിച്ചിലും ഇത്രമാത്രം ഫ്രസ്ട്രേഷനും ഉണ്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായേട്ടാ. എന്തായാലും ഈ മുതുകളവൻ സുനിതാ ദേവദാസിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ. വാ. ഈ കാനഡയിലിരുന്ന് ഇന്ത്യ രാജ്യത്തെ വിമർശിക്കുന്ന ഒരു അമ്മായിയുണ്ട്. അമ്മായി വെല്ലുവിളിയും കൂടി നടത്തിക്കളഞ്ഞു. ഈ വാഹനത്തിന്റെ നമ്പർ 369 ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ഗാരേജിൽ കൊണ്ടുവന്ന് കസ്റ്റംസുകാർ ഇടും എന്ന്. ഈ തോമസ് സാറിന്റെ മകൻ ടിജു ഇവിടെ ഈ കേവലം മമ്മൂട്ടി ഫാൻസിന്റെയോ അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ഫാൻസിന്റെയോ കാനഡയിലിരിക്കുന്ന അമ്മായിയുടെയോ വാക്കേട്ട് പേടിക്കുന്ന പ്രശ്നം എടുക്കുന്നില്ല, എനിക്കറിയാം. അതുകൊണ്ട് ടിജുവിനെ എനിക്ക് അത്ര അടുത്ത് പരിചയമില്ലെങ്കിലും തോമസ് സാറിന്റെ മകനായതുകൊണ്ട് പുള്ളി ഈ വക ഭീഷണികൾക്ക് പിത്തലാട്ടത്തൊന്നും വഴങ്ങയില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സുഡാപ്പികളെ, മൗദൂദികളെ, ദുൽഖർ സൽമാൻ ഫാൻസേ, മമ്മൂട്ടി ഫാൻസേ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷൻ. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കാം, ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തെ തെറി പറയാം. പക്ഷേ ഈ നിയമാനുസൃതമായ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒരു ഇഞ്ച് പോലും പുറകോട്ടോ മുമ്പോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റാൻ പറ്റുകയില്ല. ഇത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ദുൽഖർ സൽമാൻ നല്ലത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ തള്ളുന്നത് സോഷ്യൽ മീഡിയ എന്നല്ല, ചാണകക്കുണ്ട് നന്നല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഈ ശങ്കരൻ വക്കീൽ കാനഡ അമ്മായി എന്ന് പറഞ്ഞില്ലേ, അത് സുനിതാ ദേവദാസിനെ കുറിച്ചാണ്. സുനിതാ ദേവദാസിന്റെ അടുക്കുന്ന ഇമാതിരി കിട്ടല് കിട്ടിയിട്ട് ഈ സംഖ്യക്ക് ഇനിയും അടുത്തില്ല ഒന്നോട്ടാ. ഇനിയും സുനിതാ ദേവദാസിന്റെ അടുക്കുന്ന നല്ലോണം ഈ ശങ്കരൻ വക്കീൽ വാങ്ങി കൊടുക്കും സംഖ്യക്ക്. ശങ്കരൻ വക്കീലിന്റെ എല്ലാമെല്ലാമായ സംഖ്യക്ക് ഇമാതിരി പണി കൊടുത്ത സുനിതാ ദേവദാസിനോട് എത്രമാത്രം ദേഷ്യയോട് നമ്മളെ ശങ്കരൻ വക്കീൽ നോക്കിയട്ടെ. പക്ഷെ എന്നിട്ടെന്താ കാര്യം, വീണ്ടും വീണ്ടും സംഖ്യക്ക് പണി വാങ്ങി കൊടുക്കാനാണല്ലോ ശങ്കരൻ വക്കീൽ സുനിതാ ദേവദാസിനെ വെറുതെ ചൊറിയുന്നത്. പിന്നെ മമ്മൂട്ടിന്റെയും ദുൽഖർ സൽമാന്റെയും എല്ലാ ഫാൻസിനെ വേഗം അങ്ങ് സുഡാപ്പിയാക്കി. അതാണ് ഈ ശങ്കരൻ വക്കീലിന്റെ പ്രത്യേകത. ഈ ശങ്കരൻ വക്കീലിൽ എവിടെയൊക്കെ സംവാദം നടത്തുന്നെങ്കിലും അതിൽ സുഡാപ്പി, തീവ്രവാദം, പാകിസ്ഥാൻ ഈ 3 വാക്കില്ലാണ്ട് ഏതെങ്കിലും ഒരു സംവാദം നടത്തുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ കേൾക്കൂല. ഈ 3 വാക്കുകൾ പറയാതെ ശങ്കരൻ വക്കീലിന് റീച്ച് ഉണ്ടാവില്ല, ലൈക്ക് ഉണ്ടാവില്ല, കമന്റ് ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സംഘികൾ ഈ സാധനം എല്ലാം നമ്മളെ ശങ്കരൻ വക്കീലിന് കൊടുക്കൂ. പിന്നെ ശങ്കരൻ വക്കീൽ പറഞ്ഞ ഹീറോ ഉണ്ടല്ലോ ടിജോന്റെ വാർത്താ സമ്മേളനം മലയാളികൾ മൊത്തം കണ്ടതാണ്. മോളിന്നൊരു കോള് വന്നപ്പം നിന്റെ ടിജോ എന്ന കസ്റ്റംസ് ഓഫീസർ, നിന്റെ ഹീറോ തുണിയും പൊക്കി ഓടുന്നത് മലയാളികൾ കണ്ടിരുന്ന് ചിരിച്ചതാണ്. അങ്ങനെ ഒരു കോമഡി പീസായ ടീമിന് വേണ്ടിയിട്ടാണല്ലോ നീ ഹീറോ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വീരവാദം മുഴക്കുന്നത്. പിന്നെ നീ പറഞ്ഞ ദുൽഖർ സൽമാന്റെ വണ്ടി ഉണ്ടല്ലോ, നിന്റെ കസ്റ്റംസ് ഓഫീസർ പിടിച്ചു വെച്ച വണ്ടി, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ട് അതിലോടുകൂടി നീയും മൂഞ്ചി, നിന്റെ കസ്റ്റംസ് ഓഫീസറും മൂഞ്ചി. എന്നിട്ട് ആ മൂഞ്ചിയ ജാളിതിയും ചമ്മലും മറക്കാൻ വേണ്ടിട്ട് ഇന്നലെ ഉണ്ടല്ല ഈടിനെ വിട്ടിന് മമ്മൂട്ടിനും ദുൽഖർ സൽമാനും വീട്ടിലേക്ക്. ഇതുപോലെ ഒരു നാണം കെട്ട പരിപാടി ലോകത്താരെങ്കിലും ചെയ്യോ എന്റെ ശങ്കരൻ വക്കീലെ, എന്റെ സംഘി ശങ്കരൻ വക്കീലെ? അതുകൊണ്ട് ശങ്കരൻ വക്കീല് കസ്റ്റംസ് ഓഫീസർ വെളുപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ സോപ്പായിട്ട് വന്നിട്ടും യാതൊരു കാര്യമില്ല. കാരണം മലയാളിക്ക് സംഗീനിയും മനസ്സിലാവും, നിഷ്പക്ഷനായി അഭിനയിക്കുന്ന സംഗീനിയും മനസ്സിലാവും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിഷ്പക്ഷ ചാണക സംഖ്യയായ ശങ്കരൻ വക്കീൽ എന്ന താങ്കൾ. പക്ഷെ താങ്കളെ പോലെ ബുദ്ധിയുള്ള ഒരു നിഷ്പക്ഷ ചാണക സംഖ്യനെ ഞാൻ ലോകത്ത് കണ്ടില്ല. കാരണം താങ്കൾക്കറിയാം, നിഷ്പക്ഷനായി നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ സംഖ്യക്ക് താങ്കളെ വേണ്ടുവെന്ന്. കാരണം നിങ്ങൾ എപ്പോൾ ഒറിജിനൽ സംഖ്യയായോ അന്ന് ചാണക സംഖ്യകൾ നിങ്ങളെ ചവിട്ടി പുറത്താക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ രാമസിംഹൻ എന്നറിയപ്പെടുന്ന അലി അക്ബർ. മുസ്ലിം നാമമായ അലി അക്ബർ എന്ന പേരിൽ വന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോൾ അലി അക്ബറിന് വേണ്ടി കൈയടിക്കാനും അയാൾ ഉയർത്തിക്കൊണ്ടുവരാനും ഒരുപാട് ചാണക സംഖ്യകളുണ്ടായിരുന്നു. പക്ഷെ അയാൾ ഒരു ദിവസം പെട്ടെന്ന് രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചിട്ട് ഹിന്ദുവായി. അന്നത്തെ ദിവസം തൊട്ടിട്ട് ഇതുവരെ അയാളെ ചാണക സംഖ്യകൾ തിരിഞ്ഞു നോക്കിയില്ല. ആ രാമസിംഹനും എവിടെയോ പോയി, അലി അക്ബറും എവിടെയോ പോയി, രണ്ടാളും എവിടെയോ പോയെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം, ഈ നിഷ്പക്ഷൻ എന്ന ലേബലിലുള്ള സംഖ്യയായിട്ട് ചാണക സംഖ്യയായിട്ട് ജീവിച്ചാൽ മാത്രമേ താങ്കൾക്ക് റീച്ചും ലൈക്കും കമന്റും പിന്നെ പൈസയും കിട്ടൂ എന്നുള്ളത്. അതുകൊണ്ട് ശങ്കരൻ വക്കീലെ, നിങ്ങൾ സംഖ്യകൾക്ക് നിഷ്പക്ഷനായിരിക്കും, പക്ഷെ വിവരവും ബോധവും ഉള്ള മലയാളികൾക്ക് താങ്കൾ നിഷ്പക്ഷനല്ല, താങ്കൾ ചാണക സംഖ്യയാണ്. തലയിലും മനസ്സിലും ശരീരത്തും മൊത്തം
വർഗീയത കൊണ്ടു നടക്കുന്ന ഒരു ചാണക സംഖ്യ മാത്രം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി താങ്കളോട് പറയട്ടെ, യൂസഫ് അലി ശരിയല്ല എന്ന നാടകത്തിന് ശേഷം താങ്കൾ അവതരിപ്പിച്ച മമ്മൂട്ടിയും ദുൽഖർ സൽമാനും തീരെ ശരിയല്ല എന്ന നാടകം മലയാളികൾ ഏറ്റെടുക്കൂല. യൂസഫ് അലി ശരിയല്ല എന്ന നാടകം തള്ളിക്കളഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും തീരെ ശരിയല്ല എന്ന നാടകവും തള്ളിക്കളയും. ആ നാടകവും ചാണകക്കുണ്ടിൽ കൊണ്ടിടും, താങ്കളെയും ചാണകക്കുണ്ടിൽ കൊണ്ടിടും. പക്ഷെ അപ്പോഴും താങ്കൾ പറയും ഞാൻ നിഷ്പക്ഷനാണെന്ന്. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിഷ്പക്ഷ ചാണക സംഗി ജയശങ്കരം വക്കീല്. അപ്പ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.